ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തേത് നമുക്ക് ഇഫ്താർ സ്പെഷ്യലായിട്ടും വൈകുന്നേര സമയങ്ങളിൽ 4 മണി ചായക്കൊപ്പവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബ്രെഡ് ചിക്കൻ പോക്കറ്റാണ് ഉണ്ടാക്കുന്നത്. ബ്രെഡ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുന്നേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തന്നെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 6 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. കൂടെ 2 പച്ചമുളക് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 200 ഗ്രാമോളം ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ചിക്കൻ എടുക്കുമ്പോൾ ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഡയറക്റ്റായിട്ട് ഒന്ന് വേവിച്ചെടുത്ത് ക്രഷ് ചെയ്തെടുത്താലും മതി. ഫ്രൈ ചെയ്ത ചിക്കൻ വെച്ച് ചെയ്യുമ്പോൾ ഫില്ലിങ്ങിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഒപ്പം തന്നെ ഇനി ഒരു വലിയ സവോള ഇതുപോലെ പൊടിയാക്കി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ വഴറ്റി കൊടുക്കണം. അപ്പോഴേക്കും സവോള നന്നായിട്ട് സോഫ്റ്റായി വഴണ്ടി വരും. ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറിപ്പോകുന്നത് വരെ ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി ഫ്രൈ ചെയ്ത ചിക്കനാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പൊടികളൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളിപ്പോൾ വേവിച്ച ചിക്കനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പൊടികളൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഒരു 2 മിനിറ്റ് കൂടി ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഫ്രൈ ആക്കി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഓരോന്നും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ പൊട്ടിപ്പോകാതെ ഇതുപോലെ നല്ലതായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇനി ബ്രെഡിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത ശേഷം ഇനി നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ബ്രെഡിൻ്റെ 4 സൈഡും ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രെഡ് മടക്കുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടിയിരിക്കാനായിട്ട് നല്ലതാണ്. ഇനി ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് മടക്കിയെടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 2 മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ കുറച്ച് ബ്രെഡ് ക്രംസും വേണം. ഇനി ഓരോ ബ്രെഡും ഇതുപോലെ മുട്ട മിക്സിൽ നന്നായിട്ട് മുക്കിയെടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ എല്ലാ ഭാഗവും കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത ശേഷം ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ബ്രെഡ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് എണ്ണയുടെ ചൂട് ശ്രദ്ധിക്കണം. ഒരുപാട് ചൂടായി പോവുകയും ചെയ്യരുത്, ഒരുപാട് ചൂട് കുറഞ്ഞും പോവരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. ഇനി ഇത് ചൂടാവുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. ഒരുപാട് നേരം വേവിച്ചെടുക്കേണ്ടതില്ല. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും കളറൊക്കെ മാറി ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും എണ്ണ പിടിച്ചിട്ടില്ല. ചൂടോടെ കഴിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കാണാൻ നല്ല ഭംഗിയല്ലേ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇഫ്താറിനായാലും 4 മണി ചായക്കൊപ്പം പലഹാരമായിട്ടായാലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ടേസ്റ്റി ചിക്കൻ ഫില്ലിങ്ങോട് കൂടിയുള്ള ഒരു സ്നാക്കാണ്. സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒപ്പം ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ട എന്നെ കമൻറ്റ് വഴി ഒന്ന് അഭിപ്രായം അറിയിക്കണേ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇതുപോലത്തെ വെറൈറ്റിയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക്